ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ട അറിയോ, ഒരു ഹെൽത്തി ലഡു. അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മൾക്ക് ഇതിൽ കുറേ നട്ട്സ് വേണം കേട്ടോ. ഇതിൽ നമ്മളെന്താണ് ആൽമണ്ട് വേണം. എല്ലാ നട്ട്സും നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് വറുത്തിട്ട് എടുക്കണം. വറുത്തിട്ട് ഇങ്ങനെ പൊട്ടണ മാതിരിയാവണം കേട്ടോ. പിന്നെ കാഷ്നട്ട്, വാൾനട്ട്, നമ്മുടെ കപ്പലണ്ടി, പിന്നെ മത്തൻ്റെ വിത്ത്, പംകിൻ സീഡ്, പിന്നെ നമ്മളുടെ സൺഫ്ലവർ സീഡ്, ഇതെല്ലാം നമ്മൾ വറുത്തിട്ട് നമ്മളിങ്ങനെ നല്ല വറുത്തെടുക്കണം. വറുത്തിട്ട് നമ്മൾ ചൂടാറിയിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നട്ട്സുകളില്ലേ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചൂടാറിയിട്ടല്ലേ നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചൂടാറുമ്പോഴേക്കേ നമുക്ക് കുറച്ച് ഡേറ്റ്സ് വെച്ചിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് അത് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോൻ്റെ മുകളിൽ നമ്മൾ ഈ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡേറ്റ്സ് എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരു 2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടിത് മെഷ് ചെയ്തിട്ട് പേസ്റ്റ് മാതിരിയാക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടുണ്ടോ ഇങ്ങനെ മെഷ് ചെയ്ത് നല്ല പേസ്റ്റ് മാതിരിയാക്കുക. അപ്പോൾ നമ്മുടെ പേസ്റ്റ് മാതിരിയാക്കിയതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. നമുക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാം. ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. കാരണം നമ്മളിതൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് നല്ല റെഡിയാക്കാം കേട്ടോ. കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് മാതിരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നട്ട്സ് മുഴുവൻ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് തരി ഇരുന്നോട്ടെ, നമുക്ക് കടിക്കാനൊരു രസമാണ്. ഓക്കെ, നമ്മളൊരു 5-6 ഏലക്കായൊക്കെ ഉണ്ട്, അതിൻ്റെ നമ്മുടെ ഇതും കൂടി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടിത് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേമാതിരി ആകുമ്പോൾ നമുക്കിത് നമ്മളെ ഈത്തപ്പഴം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടോ ഇതെല്ലാം മിക്സ് ചെയ്തായിരിക്കും നമ്മളെന്ത് കാണണം, കുറച്ച് കറുത്ത മുന്തിരിയും വെളുത്ത എള്ളും കൂടി ഇടാം. എടുക്കുമ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ്. കുറച്ച് വെളുത്ത എള്ളും കൂടി അതിനകത്ത് ഇടാം കേട്ടോ. ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം, ലഡു ഉരുട്ടിയെടുക്കണ മാതിരി. അപ്പോൾ നമ്മുടെ ലഡു മുഴുവൻ ഉരുട്ടൽ കഴിഞ്ഞു. അടിപൊളിയാണ്, നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഡു ഒക്കെ ഉരുട്ടി റെഡിയാക്കി ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാൻ നോക്കി. നട്ട്സ് കൊണ്ട് നമുക്കപ്പോൾ ഇങ്ങനെ ഒരു ലഡു ഉണ്ടാക്കാം. നമ്മൾ എല്ലാ നട്ട്സും കണ്ടില്ലേ, ഞാൻ വറുത്ത് എല്ലാം ഇങ്ങനെ പൊട്ടണ മാതിരിയാക്കിയിരുന്നു. അതൊക്കെ ആക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഉരുട്ടി റെഡിയാക്കിയതാട്ടോ. നമ്മുടെ ലഡു അടിപൊളിയാണ്. ചെറിയൊരു ലഡു എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ പഞ്ചസാര ശർക്കര ഒന്നും ചേർത്തില്ല. നമ്മളെന്താ വെച്ചാൽ ആ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. നല്ലൊരു ഫ്ലേവറുണ്ട്. പിന്നെ നല്ല നട്ട്സാണ്, എല്ലാ നട്ട്സും ഉണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ പീനട്ടും അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ലൊരു രസമുണ്ട്. എനിക്കൊന്ന് നമ്മൾ ഈ നട്ട്സ് കുറേ കഴിക്കുന്ന കാര്യം ഇങ്ങനത്തെ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. അടിപൊളി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചാനൽ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.